ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഒരു മൊബൈൽ കവറിൻ്റെ ലുക്ക് അങ്ങ് മാറ്റാൻ പോവാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു കവർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു കവറാണ്. ഇതിനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിൻ വർക്കാണ് നമ്മൾ ഈ കേസിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് റേസിനും ഹാർഡനറും വേണം. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. R24 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഈ റേസിനും ഹാർഡനറിലും അതിൽ യൂസ് ചെയ്യുന്ന റേഷ്യോസ്, ആ റേഷ്യോ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതനുസരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനൊരു സിലിക്കൻ്റെ മെഷറിംഗ് കപ്പാണ് എടുത്തേക്കുന്നത്. അതിലേക്കാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ റേസിൻ നമ്മൾ 2 സ്പൂൺ റേസിൻ എടുക്കുകയാണ്, 1 സ്പൂൺ ഹാർഡനർ എടുക്കുക. അങ്ങനെയാണ്. അതായത് ഇത് 2:1 റേഷ്യോ ആണ് റേസിനും ഹാർഡനറും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 സ്പൂൺ റേസിൻ 1 സ്പൂൺ ഹാർഡനർ അങ്ങനെയാണ് എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിലിൽ എഴുതിയിട്ടുള്ള മെഷർമെൻറ്റ്. ചിലത് 3:1 ഒക്കെ ഉണ്ട്. അപ്പം അതനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, എപ്പോഴും കയ്യിൽ ഗ്ലൗസും അതുപോലെ തന്നെ ഒരു ഫേസ് മാസ്കും യൂസ് ചെയ്യുക. ഇത് നമ്മൾ റേസിൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ, അതിലിങ്ങനെ ബബിൾസ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ബബിൾസ് പോകാൻ വേണ്ടി ഒരു 20 മിനിറ്റ് ഒക്കെ നമുക്കത് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കുറച്ച് വേറൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത്. കാരണം നമ്മളെല്ലാ ടിപ്സും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് റേസിൻ വർക്ക് ചെയ്യുന്നവർക്കും അത് ഹെൽപ്ഫുള്ളാവും. നമ്മളപ്പോൾ ഈ മിക്സ് വേറൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളതിലേക്ക് കുറച്ച് സിൽക്ക്, അതായത് ഗിൽറ്റ് ഉണ്ടല്ലോ, ഗിൽറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ഈ സ്റ്റേഷനറി കടയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള കട, അങ്ങനെയുള്ള കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച്, ഇത് ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനൊപ്പം തന്നെ കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഗ്ലിറ്റേഴ്സ് ഇതും അതിലേക്ക് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച്, അതാണ് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണെന്ന് പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇങ്ങനെ ഗിൽറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് നമ്മളുടെ കവറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റേസിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. അതായത് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം 40 മിനിറ്റ് വരെ ഇതിങ്ങനെ വെള്ളം പോലെ തന്നെ ഇരിക്കും. അതിനുള്ളിൽ നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞ് അത് പോർ ചെയ്യുക. നമ്മൾ എന്തിലേക്കാണോ ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ച് സെറ്റാക്കാൻ വെക്കുക. പിന്നെ അത് പയ്യെ ഇങ്ങനെ തിക്കാകാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഹാർഡാകാൻ തുടങ്ങും. പക്ഷേ 24 ഹവേഴ്സെങ്കിലും ഇത് വെക്കാം. അങ്ങനെ വെച്ചിട്ട് എടുത്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഹാർഡായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു പോപ്സിക്കിളോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിക്കൊന്നും വേണ്ട, നമുക്കിങ്ങനെ ഒരു തിന്നായിട്ടുള്ള ലെയറിൽ ഇങ്ങനെ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര ഏരിയയിൽ ആ ഡിസൈൻ കൊടുക്കണം അതനുസരിച്ച് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള ഈ ഏരിയയിൽ നമ്മൾ ആ പ്ലെയിൻ ആയിട്ട് എടുത്ത് വെച്ചില്ലേ, ആ റേസിൻ്റെ മിക്സ് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കും. താഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് കളർ, ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആ എഡ്ജസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പോപ്സിക്കിൾസൊക്കെ നമുക്ക് ഈ യൂസ് കഴിഞ്ഞിട്ട് അത് എടുത്ത് വെക്കാം കേട്ടോ. അടുത്ത ടൈമിലും നമുക്ക് ഇതേ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ എഡ്ജസൊക്കെ നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഞാനപ്പോൾ ആ ഗിൽറ്റ് തന്നെ വലിയ സൈസിൽ ഗിൽറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് മുകളിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ അത് ആ ബ്ലാക്കിൽ ഈ ഒരു റോസ് ഗോൾഡ് കളറാണ് കേട്ടോ ഈ ഗിൽറ്റ്. അപ്പോൾ ബ്ലാക്കിൽ അത് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ബബിൾസ് ഒന്നും വന്നിട്ടില്ല. ഇനി അഥവാ ബബിൾസ് എന്തെങ്കിലും വന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ ആ ഹീറ്റ് അവിടെ കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കവറിലേക്ക് ആക്കരുത്, അല്ലാതെ ഈ റേസിൻ്റെ മുകളിലേക്ക് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബബിൾ അങ്ങ് പൊട്ടിപ്പോക്കോളും. അപ്പോൾ എൻ്റെ ഈ ലൈറ്റർ കുറച്ച് പഴയതായതുകൊണ്ടാണ് കേട്ടോ അത് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഒരു നോർമൽ ഫോൺ കവറിനെ ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ളൊരു പീസാക്കി മാറ്റാൻ പറ്റുന്നതാണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസൊക്കെ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള കൂടുതൽ ഐഡിയാസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.